ഹല്ലേലൂയ. അനുഗ്രഹീത സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിനം നൽകിയ ഈ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ആത്മീയ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, പ്രത്യേകിച്ച് അനുഗ്രഹ ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരത്തിനും ഭാഗ്യത്തിനുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തൃദാസൻ ഷാജി പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ ഏറെ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പുതുശ്ശേരി ദൈവസഭയുടെ ഭാഗമായി പ്രിയ സോജി ആൻറ്റി ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് വന്ദനത്തെ ചൊല്ലുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പരിചിതമായ പല മുഖങ്ങളുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയും കർത്താവിന്റെ വചനത്തിന് മുമ്പിലേക്ക് അടുത്ത് വരാം. ഈ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസമാകുന്നുവല്ലോ. ദൈവം എന്റെ പക്കൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഞാൻ വേഗത്തിൽ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇതിന്റെ വളരെ പശ്ചാത്തലങ്ങൾ അറിയാം, ഈ സംഭവങ്ങളെ പറ്റി അറിയാം. എന്നാൽ ഇതിൽ നിന്ന് ദൈവം എന്റെ പക്കൽ തന്ന ഒരു 3-4 ചിന്തയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ് നമുക്ക് ഈ പുസ്തകത്തിനകത്ത് ഉടനീളം കാണാൻ കഴിയുന്നത്. ഇതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്ന് ഈ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഈ പറഞ്ഞ ഒരു കാര്യത്തിന്റെ നിവൃത്തിയാണ് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി തുടർന്നുള്ള അധ്യായങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ജെറുസലേമിൽ, യഹൂദയിൽ, ശമരിയയിൽ, ഏറ്റവും അവസാനിക്കുന്ന അധ്യായം 28-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അന്നത്തെ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് സ്ഥലമായ കൈസറിന്റെ കൊട്ടാരത്തിൽ പൗലോസ് നിന്ന് കർത്താവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അറ്റത്തോളം കർത്താവിന്റെ വചനം എത്തി നിൽക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി വർഷത്തെ ഒന്നുമല്ല, ചില പതിറ്റാണ്ടുകളുടെ മാത്രം ചരിത്രമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവസഭയുടെ വളർച്ച, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി, ഇത് സംഭവിച്ചത് മാനുഷിക കരുത്തിനാലല്ല, മാനുഷിക ശക്തിയാലല്ല, മറിച്ച് ഇതിനൊരൊറ്റ അടിസ്ഥാനമേ ഉള്ളായിരുന്നു. ദൈവാത്മാവായിരുന്നു ഈ വളർച്ചയുടെയൊക്കെ ആധാരം. ദൈവാത്മാവായിരുന്നു സഭകളുടെ വളർച്ചയുടെ ആധാരം. ദൈവാത്മാവായിരുന്നു ദേശത്തെ പ്രവർത്തികളുടെ ആധാരം. ദൈവസഭകളെ അടിസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തത് ദൈവാത്മാവിന്റെ പ്രവർത്തികളായിരുന്നു. അങ്ങനെ നമുക്ക് നിരന്തരം ഈ ദൈവാത്മാവിന്റെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ ചില അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ നിർണായക അധ്യായങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടം തൊട്ടൊരു പുതിയ ചരിത്രമാണ് പിറക്കുന്നത്. ഒരു പുതിയ ചരിത്രം പിറക്കുക. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് വരിക. അതൊരു പുതിയ പ്രത്യേകിച്ച് സഭയുടെ പ്രോത്ഘാടനം അല്ലെങ്കിൽ സ്ഥാപനം സംഭവിക്കുന്ന ഒരു അധ്യായമാണ് ഈ 2-ാമത്തെ അധ്യായം. അവിടെ നിന്ന് 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വായിച്ച അധ്യായം പൗലോസിന്റെ കൺവേർഷൻ എക്സ്പീരിയൻസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 9-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സുവിശേഷം ജെന്റൈലുകളിലേക്ക് എത്തുകയാണ്, ജാതികളിലേക്ക് എത്തുകയാണ്. 10-ാം അധ്യായത്തിൽ ജാതികളിലേക്ക് എത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 13-ാമത്തെ അധ്യായം അത് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. പൗലോസിന്റെ മിഷണറി യാത്രകളിലൂടെ ഇത് അടുത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് ഇത് സഞ്ചരിക്കുന്നു, അടുത്ത രാജ്യങ്ങളിലേക്ക് ഇത് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 21-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിചാരണ നേരിട്ട് കൈസറിന്റെ കൊട്ടാരത്തിനകത്ത് പൗലോസ് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് 15-ാമത്തെ അധ്യായം വരുമ്പോൾ ജെറുസലേം കൗൺസിൽ നടക്കുന്നു.
ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റുകൾ നിലനിൽക്കുന്ന ഒത്തിരി അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ശരിക്കും പറഞ്ഞ ഈ 9-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാലും ഈ പുസ്തകത്തിനകത്തെ ഒരു 70% പൗലോസിന്റെ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. 70%. കാരണം ഈ 9-ാമത്തെ അധ്യായം തൊട്ട് 28-ാമത്തെ അധ്യായം വരെ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൗലോസാണ്. പൗലോസിന്റെ ചരിത്രമാണ് പ്രധാനമായി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുമ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തന്റെ കൺവേർഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. തന്റെ മാനസാന്തരത്തിന്റെ അനുഭവം, തന്റെ ദൈവത്തിങ്കിലേക്ക് വന്ന അനുഭവം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിനകത്ത്, അങ്ങനെ ഒരു ചരിത്രത്തിനകത്ത് ദൈവം എഴുതി വെച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് അനന്യാസ് എന്ന് പറയുന്നത്. സാധാരണ 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പറയുന്നത് പൗലോസിനെ പറ്റിയാണ്. എന്നാൽ ഈ അനന്യാസ് നമ്മെ പഠിപ്പിക്കുന്ന, എന്നെ പഠിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഈ മനുഷ്യനെ നോക്കിക്കുക. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം, ദൈവം തനിക്കുള്ളവരെ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു പടിയും കൂടെ പറയാം, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ പ്രവർത്തികൾ, കൃത്യമായ പ്രവർത്തികൾ, തക്ക സമയത്തുള്ള പ്രവൃത്തിയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ അനന്യാസിനെ പറ്റി അല്ലെങ്കിൽ പറയുന്ന ഒരു ഒറ്റ ഇൻട്രൊഡക്ഷനേ ഉള്ളൂ. അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡെമസ്കോസിൽ ഉണ്ടായിരുന്നു. കൂടുതൽ ചരിത്രമൊന്നുമില്ല, കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഇദ്ദേഹം എവിടെയായിരുന്നു, എങ്ങനായിരുന്നു, എന്നായിരുന്നു, ഇതൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു സിമ്പിൾ പദം, അവൻ ഒരു നല്ല ശിഷ്യനായിരുന്നു, നല്ലൊരു ഡിസൈപ്പിൾ ആയിരുന്നു. ഞാനത് പ്രകാരം പറയാൻ താല്പര്യപ്പെടുന്നു. ഹീസ് എ ട്രൂ ഡിസൈപ്പിൾ, ഹീസ് എ ജെന്യുവിൻ ഡിസൈപ്പിൾ. കർത്താവിനെ യഥാർത്ഥമായി പൂർണ്ണമായി അനുധാവനം ചെയ്യുന്ന ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു ഈ അനന്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കേ, 9-ാമത്തെ അധ്യായം വരെ ഈ മനുഷ്യന്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇദ്ദേഹത്തെ പറ്റി ഒരു പരാമർശവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ 9-ാം അധ്യായത്തിന് ശേഷം നോക്കിക്കേ, ഇദ്ദേഹത്തെ പറ്റി നമുക്കൊന്നും കാണാൻ കഴിയത്തില്ല, കൂടുതലൊന്നും കാണാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി ദൈവം മാറ്റിവെച്ചൊരു മനുഷ്യനാണ് ശരിക്കും ഈ അനന്യാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കുന്ന ചില ഇടമുണ്ട്, ദൈവം ഒരുക്കുന്ന ചില സമയമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികൾ അത് പെർഫെക്റ്റ് ടൈമിങ്ങിലാണ്. അതിനകത്തൊരു പെർഫെക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ട്. അതിനകത്തൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നാഴിക ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും സമയത്തിന് മുൻപേ അല്ല, ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും സമയത്തിന് ശേഷമല്ല. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ തക്കതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അനന്യാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഇതിനു മുൻപ് ചരിത്രം ഒന്നും തന്നെ പറ്റി പറയുന്നില്ല, ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ 9-ാം അധ്യായം എന്ന ആർക്കും മറക്കാൻ കഴിയാത്തൊരു സംഭവം എഴുതി വെച്ചിരിക്കുന്ന ഒരിടത്തായിരുന്നു ദൈവം അനന്യാസിനു വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചത്. അനന്യാസിനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചൊരു സമയം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ സമയം, അതിന് ദൈവത്തിൻ്റെതായ ഒരു യൂണിക്നെസ് ഉണ്ട്, അതിന് ദൈവത്തിൻ്റെതായ ഒരു വ്യത്യസ്തതയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട് ഈ സമയം വരാത്തത്, എന്തുകൊണ്ടാണ് വാഗ്ദത്തങ്ങൾ നിറവേറാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ സമയം വരാത്തത്, എന്താണ് ഞാൻ തിരശീലയ്ക്ക് പുറകിൽ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ മാത്രം മറയപ്പെട്ട് നിൽക്കുന്നത്? ഒത്തിരി ചോദ്യമാണ്. പക്ഷെ ദൈവത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ, നമുക്ക് മാത്രമായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് തക്ക സമയ, അത് കൃത്യസമയ, അത് കൃത്യമായ ഇടമാ, അത് തക്കതായിട്ട് പുറത്തു വരുന്ന ഒരു സമയ. അതുവരെയും ഒരു പക്ഷെ പലവിധ ഉഴൽച്ചകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. പക്ഷെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് ആർക്കും കണ്ണിക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു തക്ക സമയമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന സമയം തക്ക സമയം. എന്നെ ഈ 9-ാം അധ്യായം ഭയങ്കരമായിട്ട് ഈ മനുഷ്യന്റെ ചരിത്രത്തിലൂടെ എന്നെ ഉറപ്പിച്ചൊരു ഘടകമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിനു മുമ്പത്തെ അധ്യായങ്ങളും ഇതിനു ശേഷമുള്ള അധ്യായങ്ങളിലും ഒക്കെ ദൈവം അപ്പോസ്തലന്മാരെ കൃത്യമായിട്ട് നിയോഗിച്ചു വിടുന്ന അധ്യായങ്ങളാണ്. ഇപ്പം ഈ ഈ ഒരു ഇവന്റ് നടക്കുക, ഈ പൗലോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം, ഇതിനു വേണ്ടി ഈ പൗലോസിന് വേണ്ടി, ഈ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ പറഞ്ഞു വിടാൻ ദൈവം നമ്മെ അങ്ങ് ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. നമ്മളോട് പറയുകയാണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ പറഞ്ഞു വിടണം. നമ്മൾ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആരെ പറഞ്ഞു വിടും? ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അനന്യാസിനെ പറഞ്ഞു വിടത്തില്ല.
കാരണം പൗലോസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഹത്തകരമായ ഒരു ചരിത്രം സംഭവിക്കേണ്ടത് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചും നിയോഗിക്കാൻ വേണ്ടി ഒരിക്കലും ചിലപ്പോൾ അനന്യാസിനെ പറഞ്ഞു വിടണമെന്ന് വരത്തില്ല. ജെറുസലേമിൽ നിന്ന് ഞാൻ ആരെ വിളിക്കും? ജെറുസലേമിൽ നിന്ന് ഞാനൊരു പത്രോസിനെ വിളിക്കും, അല്ലെങ്കിൽ ജെറുസലേമിൽ നിന്ന് ഒരു യോഹന്നാനെ വിളിക്കും, യാക്കോബ് ജീവിച്ചിരിക്കുന്ന കാലം ഒരു യാക്കോബിനെ വിളിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വരാനുള്ള നാഴിക അവിടെ ഉണ്ട്, വരാനുള്ള സമയം അവിടെ ഉണ്ട്. 3 ദിവസത്തിന് ശേഷമാണ് ഈ മനുഷ്യന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജെറുസലേമിലുള്ളവർക്ക് ഈ ദമാസ്കസിലേക്ക് വരാൻ എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ ദൈവം അനന്യാസിന് വേണ്ടി ഒരുക്കുന്ന സമയത്ത് മറ്റൊരാൾ അതിന്റെ ഇടയ്ക്ക് വരില്ല. ദൈവം ആ മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന സമയത്ത് ദൈവം തന്നെ ഉപയോഗിക്കാൻ തനിക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ഈ അപ്പോയിന്റഡ് ടൈമിൽ മറ്റൊരാളെ ദൈവം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ദൈവമല്ല. ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അപ്പോയിന്റഡ് ടൈമും പീരീഡും അതിനൊരു സിറ്റുവേഷനും ഉണ്ടെങ്കിൽ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, നമ്മെ തന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടില്ല ചോദ്യം, ദൈവമേ എന്താണ് ഇത് ലേറ്റ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഇത് താമസിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ മൗനം? ഞാൻ എപ്പോഴും പറയും, നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന 2 കാര്യം. ഒന്ന്, ദൈവത്തിന്റെ മൗനത നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കും. 2, ദൈവം പറയുന്ന ആ നോ നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കും. ദൈവത്തിന്റെ മൗനത, ദൈവം മൗനമായിട്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവമേ നീ മൗനമായിട്ടിരിക്കുന്നതെന്ത്, ദൈവമേ നീ മൗനമായും സ്വസ്ഥമായും ഇരിക്കുന്നതെന്ത്. പ്രവാചകൻ നിലവിളിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങൾ അയ്യം വിളിച്ചിട്ട് നീ എന്തിനാ മറുപടി തരാതിരിക്കുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ എന്താ മറുപടി തരാത്തത്. അപ്പൊ ദൈവത്തിന്റെ മൗനം ചില സമയത്ത് നമ്മെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. ലൈഫിനകത്ത് വല്ലാത്തൊരു അവസ്ഥയാ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും മറുപടി തരുന്നില്ല, ദൈവം മൗനമായിട്ടിരിക്കുക. ചില നേരങ്ങളിൽ ദൈവം മൗനതയാ, ചില നേരങ്ങളിൽ ദൈവം മൗനമായിരിക്കും. അതിനർത്ഥം ഗോഡ് മേ ബി സൈലന്റ് ബട്ട് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഇനാക്റ്റീവ്. ദൈവം മൗനമായിരിക്കുന്ന ഇടത്തൊന്നും അവിടുന്ന് നിർജീവമല്ല. അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി സജീവമായിട്ട് ചലിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ ദൈവം എന്ന പദം പോലും കാണുന്നില്ല. ഒരു വേള ഈ ഹാമാന്റെ മുമ്പിൽ ആ ഹാമാൻ കണ്ടത് മോർദേക്കായി എന്ന് പറഞ്ഞ ബലഹീന മനുഷ്യനെയാ. മോർദേക്കായിയുടെ ദൈവത്തെ ഹാമാൻ കണ്ടില്ല, മോർദേക്കായി എന്ന ബലഹീന മനുഷ്യനെ കണ്ടേ. പക്ഷെ ഒരു സമയത്ത് ഹാമാന് മനസ്സിലായി, ഈ മനുഷ്യൻ മാത്രമല്ല മുമ്പിലുള്ളത്, ഇവന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ചില നേരത്തെ ദൈവം മൗനമാ. അതിനർത്ഥം അവിടുന്ന് ചരിത്രത്തിനകത്ത് ചലിക്കുന്നില്ലെന്നല്ല, അവിടുന്ന് സാഹചര്യങ്ങളുടെ മേൽ ചലിക്കുന്നില്ലെന്നല്ല, അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് മേൽ ചലിക്കുന്നില്ലെന്നല്ല, നമ്മുടെ സങ്കടങ്ങളെ അവിടുന്ന് കാണുന്നില്ലെന്നല്ല. ഇതിനകത്ത് മൗനമായിട്ട് നമുക്കറിയാത്ത ചില ഉത്തരങ്ങളെ എന്റെ ദൈവം എഴുതിക്കൊണ്ടിരിക്കുക, നമുക്കറിയാത്ത ചില ഉത്തരങ്ങളെ ദൈവം എഴുതിക്കൊണ്ടിരിക്കുക. എസ്തേറിന്റെ ചരിത്രത്തിനകത്ത് ശരിക്കും പ്രശ്നം വരുന്നതിന് മുമ്പേ ദൈവം ഉത്തരം എഴുതി കഴിഞ്ഞു. പ്രശ്നം വരുന്നതിന് മുമ്പേ ദൈവം ഉത്തരം എഴുതി കഴിഞ്ഞു. ഒരു വസ്തി എന്ന് പറഞ്ഞ ഒരു രാജ്ഞിയെ ഇറക്കി വിട്ടിട്ട് ഒരു എസ്തേറിനെ ദൈവം ആ കൊട്ടാരത്തിൽ ഇരുത്തിയത്. നമ്മളൊക്കെ ചോദ്യം കണ്ടിട്ട് അതിന്റെ ഉത്തരം എഴുതുന്നേ. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം ഉത്തരം എഴുതിയിട്ടാ പല ചോദ്യത്തിനകത്തൂടെ നമ്മളെ വിട്ടിട്ടുള്ളത്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവമേ അങ്ങ് ആദ്യം എനിക്ക് വേണ്ടി ഉത്തരമാണല്ലോ എഴുതിയത്. ആ ചില ഉത്തരങ്ങൾ പിന്നീട് സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളെയും വെട്ടിമാറ്റാൻ കഴിയത്തക്ക നിലവാരങ്ങളിലുള്ള ഉത്തരങ്ങൾ ദൈവം ഒന്നാമത് എഴുതി വെച്ചിട്ടുണ്ട്. ഹാമാൻ എത്ര മിടുക്കനാണെങ്കിലും, ഹാമാൻ എത്ര കരുത്തനാണെങ്കിലും, 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹാമാനെ ചെക്കടിക്കാൻ പാകത്തിന് ദൈവം ഒരു എസ്തേറിനെ ആ കൊട്ടാരത്തിനകത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളുടെ മുൻപേ ഉത്തരം എഴുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചിലതൊക്കെ താമസിക്കുമെന്ന് നമുക്ക് തോന്നും, ചിലതൊക്കെ ഡിലേഡ് ആണെന്ന് നമുക്ക് തോന്നും. ഡിലേഡ് ആയിട്ടുള്ളതൊന്നും ഡിനൈഡ് അല്ല, ഡിലേഡ് ആയിട്ടുള്ളതൊന്നും ഡിനൈഡ് അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്ക്, എന്തുകൊണ്ട് വൈ ദിസ് ഡിലേ, എന്തുകൊണ്ട് ഡിലേഡ് ആകുന്നു, എന്തുകൊണ്ട് ഡിലേഡ് ആകുന്നു. ഒറ്റ കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഡിലേഡ് ഒന്നും ഡിനൈഡ് അല്ല, ഡിനൈഡ് അല്ല. തക്ക സമയം മഹത്വത്തോടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മറുപടിയുടെ സമയം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ധൈര്യത്തോടെ ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തിന് ആമേൻ പറയണം. എന്റെ ദൈവം എനിക്ക് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സമയത്തിൽ ലോകം മുഴുവൻ എനിക്ക് വിരോധമായിട്ട് നിന്നാലും എന്റെ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറ്റൊരാളില്ല, മറ്റൊരു സാഹചര്യമില്ല. അതിനകത്ത് ദൈവം എന്നെ കൊണ്ടു നിർത്തുന്ന ദൈവമാണ്. വിശ്വസിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് ആമേൻ പറയണം. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അനന്യാസിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
ഞാനേ എന്നെ ഈ ഭാഗം വളരെ പ്രത്യേകിച്ച് ഈ മൊർദെഖായിയുടെ ചരിത്രം എന്നെ പിടിച്ചു നിർത്തിയ ഒരു സംഭവമുണ്ട്. കാരണം മൊർദെഖായിയുടെ ചരിത്രത്തിനകത്ത് ഈ മനുഷ്യന്റെ ജീവൻ അപകടത്തിലായ ഒരു രാത്രി ശരിക്കും ന്യായമായിട്ട് തനിക്ക് ലഭിക്കേണ്ട ഒരു പ്രതിഫലമുണ്ട്. നമ്മൾ പറയും അർഹതപ്പെട്ട സമയത്ത് കിട്ടിയില്ലല്ലോ. കാരണം ശരിക്കാ ഈ മനുഷ്യന് നേരത്തെ രാജാവ് റിവാർഡ് കൊടുക്കേണ്ടതാ. പക്ഷെ അന്ന് റിവാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് ഈ ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന റിവാർഡ് വേണമെങ്കിൽ ഷോക്കേസിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നല്ലൊരു പട്ടോ പുടവയോ അന്നത്തെ രാജാക്കന്മാര് കൊടുക്കുന്ന ഒരു വിശിഷ്ടമായ പട്ടു കൊടുക്കും, പുടവ കൊടുക്കും, സ്വർണം കൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജാക്കന്മാർ കൊടുക്കുന്നത്. എന്നാൽ ദൈവം ആ സമയത്ത് രാജാവിനെ മറച്ചു കളഞ്ഞു. രാജാവ് മറന്നുപോയി. ഞാൻ പറഞ്ഞത് ചില നേരത്ത് ദൈവമാ മറവി കൊടുക്കുന്നത്. ചില നേരത്ത് ദൈവം നമുക്ക് അർഹതപ്പെട്ടത് മറന്നുപോയെന്ന് നമ്മൾ ചിന്തിക്കുമ്പം അത് അവര് മറന്നതല്ല, അധികാരികൾ മറന്നതല്ല, ദൈവം മറച്ചതാ. ചില മറവി ദൈവം വരുത്തുന്നത്. കാരണം അതിനേക്കാളും നിർണായകമായ ഒരു രാത്രി വരുന്നുണ്ട്. അതിനേക്കാളും നിർണായകമായ ഒരു രാത്രി വരുന്നുണ്ട്. കാരണം ആ രാത്രിയിൽ ജീവൻ മുഴുവൻ അപകടത്തിനകത്ത് നിൽക്കുന്ന ഒരു രാത്രിയിലാണ് ദൈവത്തിന്റെ സമയം വെളിപ്പെട്ടു വന്നത്. ഞാൻ ആ ഭാഗത്തെ ഒന്ന് പഠിച്ചു നോക്കിയപ്പം ശരിക്കും അന്ന് രാത്രി രാജാവ് ഉറങ്ങാൻ കിടന്നു. നമുക്കറിയില്ല മൊർദെഖായി ഉറങ്ങിയോന്ന് അറിയില്ല. കാരണം അടുത്ത ദിവസം ഒരു പക്ഷേ ജീവിതം അവസാനിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ആ മനുഷ്യൻ പതിവ് പോലെ ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ ഇരുന്ന് കാണും. പക്ഷെ ഉറങ്ങാൻ കിടന്ന രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. കാരണം തന്റെ ഭക്തന് വേണ്ടി സമയം വെളിപ്പെടുത്തുന്ന ചില രാത്രികൾ അത് ചില അർദ്ധരാത്രികളാ. അർദ്ധരാത്രിയിൽ ഉറക്കം കെടുത്തിയപ്പോ രാജാവ് പറഞ്ഞു, നീ പോയി ദിനവൃത്താന്ത പുസ്തകം എടുത്തു വരാൻ ബാല്യക്കാരനോട് പറയുക. ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞ ചരിത്ര പുസ്തകം. അന്നത്തെ രാജാക്കന്മാർക്ക് ഒരു പൊതു പ്രത്യേകതയുണ്ട്. അവർ ഓരോ ദിവസത്തെയും വാർത്തകൾ, സംഭവങ്ങൾ ചുരുളുകൾക്കകത്ത് എഴുതി വെക്കും. ഇതൊരു പുസ്തകം എന്നതിനപ്പുറത്തേക്ക് ഇത് ചുരുളുകളാ. അല്ലെങ്കിൽ ഈ ചുരുളുകളുടെ പ്രത്യേകത, അന്ന് ഞാൻ ഈ ചരിത്രം നോക്കുമ്പം രാജാക്കന്മാർക്ക് ചുരുളുകൾ വെക്കാൻ റൂമുകൾ തന്നെയുണ്ട്. മുറിയല്ല, മുറികൾ തന്നെയുണ്ട്. ചുരുളുകൾ വെക്കുന്ന മുറികളുണ്ട്. എന്ന് പറഞ്ഞാൽ 1000, 2000, 3000 ചുരുളുകളൊക്കെ വെക്കുന്ന രാജാക്കന്മാരുടെ ചുരുളുകൾ വെക്കാൻ തന്നെയുള്ള മുറികളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബാല്യക്കാരനോട് നീ ദിനവൃത്താന്ത പുസ്തകം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാൻഡം പിക്കാ. ഈ മനുഷ്യൻ എന്തും എടുക്കാം, ഈ മനുഷ്യൻ ഏതും എടുക്കാം എന്ന് പറഞ്ഞാൽ തന്റെ സ്വാതന്ത്ര്യത്തിനകത്തുള്ള ഒരു പിക്കിങ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ദൈവം മൊർദെഖായിക്ക് വേണ്ടി തുറന്ന രാത്രിയാണെങ്കിൽ 2000 ചുരുളുണ്ടെങ്കിലും അതിന്റെ നടുവീന്ന് മൊർദെഖായിയുടെ പേരുള്ള ചുരുള് പുറത്തു വരും. ഇത് ആരുടെയും ഇഷ്ടത്തിന് രാജാവ് പറഞ്ഞെടുപ്പിച്ചതല്ല. മറിച്ച് ആ ബാല്യക്കാരന്റെ സ്വാതന്ത്ര്യത്തിനകത്തുള്ളതാണെങ്കിൽ അവിടെ പിക്കിങ് നടത്തിയത് അവനല്ല, അവന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അപ്പോയിന്റഡ് ടൈമും സാഹചര്യവും ഉണ്ടെങ്കിൽ 2000ന്റെ നടുവിലും നമ്മളുടെ കാര്യം പുറത്തു വരും. ഒരു കാലത്തും മറഞ്ഞെങ്കിൽ അത് എന്നേക്കും മറച്ചു കളഞ്ഞതല്ല. ഏറ്റവും നിർണായകമായ ഇടത്ത് തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ മൊർദെഖായിയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. തക്ക സമയത്ത് മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി തനിക്കുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആരംഭ ദിവസം വിശ്വസിക്കുന്ന ദൈവത്തിന് ആമേൻ പറഞ്ഞിട്ട് പറ. എന്റെ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് കാര്യങ്ങൾ അനുകൂലമാക്കുന്ന ദൈവമാണ്. അതിന് വിരോധമായി ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും കാര്യങ്ങൾ അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരു ചരിത്രം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തിക്ക് അകത്തുനിന്ന് തന്നെ 13-ാം അധ്യായത്തിലേക്ക് വരണം. ഈ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാ. പൗലോസും കൂട്ടരും മിഷണറി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അന്ത്യോക്യയിലെ സഭ, ജെറുസലേമിലെ ചർച്ച കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും കരുത്തുറ്റൊരു സഭയാണ് ആന്റിയോക്യൻ ചർച്ച് എന്ന് പറയുന്നത്. ഈ അന്ത്യോക്യ സഭയിലെ ആ മൂപ്പന്മാരുടെ ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ഷിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ഷൗൽ എന്നീ പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല ചർച്ചിൽ ഒന്നായ ആന്റിയോക്യൻ ചർച്ചിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഈ എൽഡേഴ്സിന്റെ ചരിത്രം അവിടെ പറയുന്നത്. അതിനകത്ത് 1-2 പേരുണ്ട്, പക്ഷെ ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാം. അവിടെ പറയുകയാണ് ഇടപ്രഭുവായ
ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ എന്ന് പറഞ്ഞാൽ ഹെരോദാവിന്റെ സമകാലികനായ, ഹെരോദാവിന്റെ സതീർത്ഥനായ ഒരു മനുഷ്യന്റെ ചരിത്രം അവിടെ പറയുക. അദ്ദേഹത്തിന്റെ പേരാണ് മനായേൽ എന്ന് പറയുന്ന ഒരു ചരിത്രം. എന്ന് പറഞ്ഞാൽ ആ ഹെരോദാവിന്റെ ചരിത്രം നോക്കിയ ഹെരോദ് അന്തിപ്പാസിനെ പറ്റി അവിടെ കാണുന്നത്. ഈ ഹെരോദ് അന്തിപ്പാസ് ഒരു ഇടപ്രഭുവായി മാറി, അറിയപ്പെടുന്ന മനുഷ്യനായി മാറി, ദേശം മുഴുവൻ അറിയപ്പെടുന്ന മനുഷ്യനായി മാറി. എന്നാൽ അദ്ദേഹത്തിനോട് കൂടെ നടന്ന മനുഷ്യൻ ആരും അറിയപ്പെടാതിരിക്കുക. എന്നാൽ ഹെരോദാവിന്റെ ചരിത്രം തീർന്നപ്പോഴും ഒരു പ്രവാചകൻ ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തനിക്കുള്ളതിനെ തക്ക സമയത്താ പുറത്തു കൊണ്ടിരുന്നത്. രാഷ്ട്രീയ മേഖലയിൽ അറിയപ്പെട്ട ഹെരോദാവിന്റെ ചരിത്രമുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്ന തന്റെ ഭക്തനെ തക്ക സമയത്ത് കൊണ്ടുവന്ന് ചരിത്രത്തിനകത്ത് എഴുതി വെക്കുക എന്നത് ദൈവത്തിന്റെ നീതിയാ. 2024 ഞാൻ ഒരു ഒറ്റ വരിയിൽ മനായേലിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു വാക്കിലെങ്കിലും ഈ ദൈവ സമൂഹത്തോട് പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതിയുടെ കരവല്ലേ, ദൈവത്തിന്റെ നീതിയുടെ കരവല്ലേ. അങ്ങനെയെങ്കിൽ മറഞ്ഞു കിടന്നവനെ തക്ക സമയത്ത് എഴുതാൻ കഴിയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. മറഞ്ഞു കിടന്നതിനെ, അപമാനിക്കപ്പെടുന്നതിനെ, തകർന്നു കിടന്നതിനെ, മനുഷ്യൻ മൂടിക്കളയുന്നതിനെ, മനുഷ്യൻ അല്ലെങ്കിൽ പിടിച്ചു വലിച്ച് താത്തു നിർത്തുന്നതിനെ പുറത്തു കൊണ്ടിരിക എന്നത് ദൈവത്തിന്റെ നീതിയാണ്. വനാന്തരങ്ങൾ കിടന്നതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവം, തിരസ്കരിക്കപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവം, അനാഥമായതിനെ കൊട്ടാരത്തിലിരുത്താൻ കഴിയുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുക, ആ ദൈവം എന്റെ ദൈവം, ആ ദൈവം എന്റെ ദൈവമാ. ചിലപ്പോഴൊക്കെ നമ്മൾ തിരശീലക്കകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ ഉള്ളു വേദനിക്കുന്നുണ്ട്. എന്നാൽ നമുക്കുള്ള ദൈവത്തിന്റെ സമയം വരുന്നുണ്ട്, നമുക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാലം വരുന്നുണ്ട്, ദൈവപ്രവൃത്തിയുടെ സമയം വരുന്നുണ്ട്. ചിലതൊക്കെ ചില വാഗ്ദത്തങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ, എന്തുകൊണ്ട് കർത്താവ് ഇതൊക്കെ ഡിലേ ആകുന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഡിലേഡ് അല്ല. അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിൽ, അതിന്റെ മുഴു ഗ്ലോറിയോടുകൂടി, അതിന്റെ മുഴു മഹത്വത്തോടു കൂടി. എനിക്ക് പഴയ നിയമത്തിനകത്ത് ഒരു പദം ഭയങ്കര ഇഷ്ടമാണ്. അത് യഹോവയ്ക്ക് കീർത്തിയും ഛേദിക്കപ്പെടാത്ത ഒരു അടയാളമായി മാറും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു വാക്ക് പറയുന്നതാ, അത് യഹോവയ്ക്കൊരു കീർത്തിയാകും. പ്രിയരെ, എന്തുകൊണ്ടാ ദൈവത്തിന് ഒരു സമയം വെക്കുന്നതെന്ന് അറിയോ? ആ സമയത്ത് ചെയ്താൽ അതിന്റെ കീർത്തി ദൈവത്തിനാ. ദൈവത്തിന് തൻ്റെ കൂടെ മറ്റൊരാളൂടെ വേണ്ട. നമുക്കാണ് അസോസിയേറ്റ് വേണ്ടത്, അസോസിയേറ്റ് നമ്മുടെ കൂടെയൊക്കെ ആള് വേണ്ടത്, അസോസിയേറ്റിന് ആള് വേണ്ടത്, നമ്മുടെ ടീമിൽ ആള് വേണ്ടത്. ദൈവത്തിന് ടീമിൽ ആള് വേണ്ട. അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവവ്യാപിയ, അവിടുന്ന് കരുത്തനായ ദൈവമാ, താൻ മാത്രം മതിയായവനാ, അവിടുന്ന് സ്വയം സ്ഥിരതനാ, അവിടുന്ന് സത്തമനാ. ഈ ദൈവത്തിന് മറ്റൊരാടെ പരസഹായം വേണ്ടെന്ന്, മറ്റൊരാടെ പരസഹായം വേണ്ട. നമുക്കൊക്കെയാണ് ഈ സഹായം. അവിടത്തേക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒറ്റയ്ക്ക്. അതുകൊണ്ടാ പറയുന്നത്, അവിടുന്ന് തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നമ്മുടെ ലൈഫിനകത്ത് ഒരു കാര്യം ഉറപ്പിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത എന്തെങ്കിലും കാര്യം ഇടയ്ക്കുണ്ടെങ്കിൽ അതുമൂലം ചിലത് ഫുൾഫിൽ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. അതും കൂടെ തകർന്നു പോയി എൻ്റെ സ്വയവും എൻ്റെ അഹവും പൊളിഞ്ഞതിന് ശേഷമേ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തുള്ളൂ. എൻ്റെ ചില സ്വയം, എൻ്റെ ചില അഹം, എൻ്റെ ഈ കൺസെപ്റ്റുകളൊക്കെ തകർന്നു കഴിഞ്ഞു കഴിയുമ്പം ദൈവമേ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ള എന്നൊരു പോയിന്റ് ഞാൻ വരുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുന്നത്. അവിടെയാ ദൈവത്തിനൊന്നും ഒരു പരസഹായം വേണ്ട. ഒരു ഈ ഉപദേശിക്കഥകൾക്കകത്ത് പണ്ടൊരു മനുഷ്യൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത്? കാരണം സാധാരണ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ അവന് വേണ്ടതൊക്കെ സൃഷ്ടിക്കേണ്ടത്. എന്നാൽ അവന് വേണ്ടത് മുഴുവൻ സൃഷ്ടിച്ചിട്ടാണ് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഒരു ഉപദേശി അതിന് പറഞ്ഞൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, ഇവനെ 1-ാം ദിവസം സൃഷ്ടിച്ച് അതിനുശേഷമാണ് ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ ഈ പുള്ളി പൊങ്ങച്ചം പറയും, ഞാനും ദൈവം കൂടെ ഞങ്ങളാ ഇത് മൊത്തം, ഞങ്ങൾ സൃഷ്ടിച്ചത് ഇത് മുഴുവനെന്ന് എന്ന് പറഞ്ഞാൽ, സൃഷ്ടിച്ചപ്പോ ആരും ഉണ്ടായിരുന്നു, ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൊങ്ങച്ചത്തിന്റെ വഴിയും കൂടെ വേണ്ട. ഒരു രസകരമായിട്ട് പറഞ്ഞതാണേലും ദൈവത്തിന് തൻ്റെ കൂടെ ഒരു നാമം വേണ്ട. ദൈവത്തിന്റെ പ്രവർത്തിക്കകത്ത് മഹത്വം കൈക്കൊള്ളാൻ മറ്റൊരു വേണ്ട. എനിക്ക് അബ്രഹാമിന്റെ ഒരു പദം എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിനകത്ത് എപ്പോഴും കയറുന്നതാ. ഈ അബ്രഹാം യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സോതോം രാജാവ് ഈ ഈ ഈ അബ്രഹാമിന് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു, കുറെ നന്മ കൊടുത്തു. അബ്രഹാം പറയുന്ന ഒരു പദമുണ്ട്, സോതോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ നിന്റെ ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട.
നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് നോക്കിക്കേ. എന്റെ ദൈവമാണ് എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാ, കാണുന്നതിനപ്പുറത്തേക്ക് ഞാൻ നിനക്ക് അവകാശങ്ങളെ തരും. ഈ ദൈവം തന്റെ അപ്പനായിട്ട് അപ്പോഴും തന്നെ നിയന്ത്രിക്കുമെങ്കിൽ സോദോം രാജാവേ, നീ വെച്ചു കൊടുക്കുന്ന നന്മ വേണ്ടെന്ന്, നീ വെച്ചു കൊടുക്കുന്ന നന്മ വേണ്ടെന്ന്. ഇതാണ് ഒരു ദൈവഭക്തന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒന്നും തനിക്ക് വേണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നും തനിക്ക് വേണ്ടെന്ന്. ദൈവമാണ് തൻ്റെ പ്രതിഫലം, ദൈവമാണ് തൻ്റെ അതിമഹത്തായ പ്രതിഫലം. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പാക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാണ് നമ്മുടെ മറുപടിക്ക് ഡിലേയായി നിൽക്കുന്നത്. അതിനെയൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ദൈവമേ അങ്ങിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന സ്വർഗമുണ്ട്. ലോകം മുഴുവൻ എതിരെന്നത് ദൈവത്തിനൊരു വിഷയമേ അല്ല. അവിടെയാ കുറേ കൂടെ മഹത്വം വെളിപ്പെടുന്നത്. ഒരു ജനത മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോൾ ഒറ്റ ദൂതൻ ഇറങ്ങി ജനതയെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സേവകാത്മാക്കളായ ദൂതന്മാരുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളുടെ കീഴിലാണ് ഞാൻ വസിക്കുന്നതെങ്കിൽ, എൻ്റെ പരമാധികാരം എൻ്റെ ദൈവത്തിനല്ല, അതാരാ? അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന, ഉജ്ജ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ സമൂഹത്തോട് ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ദൈവം എനിക്ക് കൈമാറിയ ഒരു ദൂത് കൈമാറുക. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് സഭാതലങ്ങളിലാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാകട്ടെ, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഒരു മിനിറ്റ് മുൻപേ ചെയ്യില്ല, അവിടുന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞും ചെയ്യത്തില്ല. അവിടുത്തെ സമയം കൃത്യസമയം, അവിടുത്തെ സമയം കൃത്യസമയം, അവിടുന്ന് പ്രവർത്തിക്കുന്നതൊക്കെയും കൃത്യസമയത്താണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം മറക്കണ്ട, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. രണ്ട്, അനന്യാസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യൻ ഒബീഡിയന്റ് ആയിരുന്നു. ദൈവം എപ്പോഴും നോക്കുന്നത്, ദൈവത്തിന് വേണ്ടത് ഉപദേശകരെ അല്ല, ദൈവത്തിന് വേണ്ടത് തന്നെ അനുസരിക്കുന്ന ഉപകരണങ്ങളെയാണ്. ദൈവത്തിന് ഇൻസ്ട്രക്ടർമാരെ വേണ്ട, ദൈവത്തിന് ഇൻസ്ട്രുമെന്റ്സിനെ മതി. ഈ അനന്യാസിനെ ദൈവം തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുമ്പം അനന്യാസിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് ഇൻസ്ട്രക്ടറായി നിൽക്കാനല്ല അനന്യാസിനെ ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന്റെ കരങ്ങൾ ഇൻസ്ട്രുമെന്റായി നിൽക്കുന്നവരെ ദൈവത്തിന് വേണ്ടത്. പ്രിയരെ, നമ്മെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ കരങ്ങളുടെ ഉപകരണമായി മാറട്ടെ, ഉപകരണമായി മാറട്ടെ. ഉപദേശകരെ ദൈവത്തിന് വേണ്ട. അത് പൊളിറ്റിക്കൽ വേളിലെ ഉപദേശകരെ വേണ്ടത്, അത് സെക്യുലർ വേളിലെ ഉപദേശകരെ വേണ്ടത്. ദൈവത്തിന് ഉപദേശകരെ വേണ്ട, ദൈവത്തിന് ഉപകരണങ്ങളെ മതി. എന്താ ഈ ഉപകരണങ്ങളുടെ പ്രത്യേകത? ഒത്തിരി ഉപകരണങ്ങളുണ്ട്, എല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഉപയോഗിക്കാൻ അറിയാത്തൊരു ഉപകരണം നമ്മുടെ കയ്യിൽ കിട്ടിയ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച ഒരു ചർച്ചിൽ അദ്ദേഹം ഒരു ഈ മെഷീൻ വാൾ കൊണ്ടൊക്കെ മരം മുറിക്കുന്ന അതിന്റെ ജോലി പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, പാസ്റ്റർ, ഞാൻ 80 അടി ഉയരമുള്ള മരത്തിന്റെ മുകളിൽ കയറി ഒരു കൈ കൊണ്ട് ഞാന്ന് കിടന്ന് മറു കൈ കൊണ്ട് ഞാൻ ഈ മെഷീൻ വാളിട്ട് ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞു, മരം വെട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതിട്ട് ഈ മെഷീൻ വാൾ ഉപയോഗിക്കുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. കാരണം 80 അടി ഉയരമുള്ള മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കൈ കൊണ്ട് ഞാന്ന് കിടന്ന് ഇത് മുറിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു പ്രത്യേക മീറ്റിങ്ങിന് അവിടുത്തെ ഒരു മരം വെട്ടണം, ഇദ്ദേഹം ഈ വാളുമായിട്ട് വന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അതിന്റെ മുകളിൽ കയറി ഒരു കൈ കൊണ്ട് ഞാന്ന് കിടന്ന് വെട്ടി. താഴെ ഇട്ട് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എന്തായാലും ഇത് ഇനിയും മുറിക്കണമല്ലോ, ഞാനൊന്ന് മുറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ മുറിച്ചോ, പക്ഷെ മരം തന്നെ മുറിയണം, കൈയും കാലും മുറിയല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്നാലും അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് അതിന്റെ ആക്സിലേറ്ററിൽ ഒന്ന് പിടിച്ച് അതൊന്ന് റേസ് ചെയ്ത് ഞാനൊന്ന് മുറിക്കാൻ നോക്കിയപ്പോൾ ഇതിന്റെ തിരിച്ചൊരു വരവുണ്ട്. ഇത് ആ മരത്തിലോട്ട് പിടിക്കുമ്പോൾ അതിന്റെ കർഷണം കൊണ്ട് തിരിച്ചു വരുന്നൊരു വരവുണ്ട്. എനിക്ക് മനസ്സിലായി, ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരം മുറിയത്തില്ല, ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. അടുത്ത 5 മിനിറ്റിനകത്ത് പുള്ളി അത് മുഴുവൻ മുറിച്ച് ആ എന്റെ ഏരിയ ഫ്രീ ആക്കി. അപ്പോഴെനിക്ക് ഒരു കാര്യം ദൈവം എന്നോട് സംസാരിച്ചു, ഇത് ഉപകരണമായി. 80 അടി ഉയരമുള്ള മരത്തിന്റെ മുകളിൽ ഒരു കൈ കൊണ്ട് ഞാന്ന് കിടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കൂടാ. പക്ഷെ അത് എന്റെ കൈ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല, അത് എന്റെ കൈ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൈ കിട്ടിയാൽ അവിടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ ഉപയോഗിക്കാൻ അറിയാകുന്ന ഒരു മനുഷ്യന്റെ കൈ കിട്ടിയ
80 അടി ഉയരമുള്ള മരത്തിന്റെ മുകളിൽ വെച്ചും അത് ഉപയോഗിക്കപ്പെടും. ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവകൃപ ഉപയോഗിക്കാൻ അറിയാത്ത ആരുടെയെങ്കിലൊക്കെ കൈ കൊടുത്ത തകർത്തെറിഞ്ഞു കളയും. പക്ഷെ നമുക്ക് അല്പമേ ഉള്ളെങ്കിലും നമ്മുടെ നൽപ്പെടുന്ന ശില്പിയുടെ കരങ്ങളിലേക്ക് കൊടുത്താൽ നമ്മുടെ ഉടയവൻ അതിനെ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ പരിധികൾ, നമ്മുടെ പരിമിതികളെ ദൈവ സാധ്യതകളാക്കി മാറ്റി അതിന്മേൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, ദൈവം ഉപയോഗിക്കുന്ന ദൈവമാണ്. ദൈവം ഉപയോഗിക്കുന്ന ദൈവമാണ്. നമ്മെ ദൈവം വിളിച്ചപ്പോ നമ്മുടെ കഴിവ് മാത്രം കൂടെ നോക്കിയല്ല ദൈവം വിളിച്ചത്, കഴിവുകളിലൂടെ കണ്ട ദൈവം വിളിച്ചേ. നമ്മുടെ പരിമിതികൾ എന്തെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ഷോർട്ട് കമ്മിങ് എന്തെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ സ്ഥിരം പരാജയപ്പെടുന്ന മേഖലയും കൂടെ ദൈവത്തിന് അറിയാം. എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്നതെന്ന് ദൈവത്തിന് അറിയാം. എന്താണ് നമ്മുടെ ലിമിറ്റേഷൻ എന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവത്തോട് എന്റെ ലിമിറ്റേഷൻ കൂടുതൽ പറയണ്ട, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി നിന്നാ മതി. ഒരു നല്ലൊരു ലീഡറിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ലക്ഷണം അദ്ദേഹം നല്ലൊരു ഒറേറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. നല്ലൊരു ഒറേറ്റർ ആകുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഭയങ്കര ഒറേറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനാ. ഏതൊരു ദേശത്തിന്റെയും ഭരണാധികാരികളും നല്ല ലീഡേഴ്സും അവരെ ഒരു പരിധി വരെ നല്ല ഒറേറ്റർമാരായിരിക്കും. അങ്ങനെങ്കിൽ വലിയൊരു ജനസമൂഹത്തെ നയിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്ന മനുഷ്യൻ വിക്കനായ മനുഷ്യനാ. എന്തേ ദൈവമേ, തെറ്റിപ്പോയതാണോ? അല്ലെന്ന്. ദൈവത്തിന് അതൊന്നൊരു വിഷയമല്ല. വിക്കനാണേലും ദൈവം കൂടുണ്ടെങ്കിൽ വലിയ ജനത്തെ 40 വർഷം നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന്. ഇത് പറഞ്ഞ പരിമിതികളും കൂടെ അറിഞ്ഞിട്ട് തന്നെ ദൈവം വിളിച്ചത്. പരിധികൾ അറിഞ്ഞിട്ട് ദൈവം വിളിച്ചത്. എത്രയാണ് നമ്മുടെ പരിമിതി എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. നമ്മുടെ പരിമിതി എന്തെന്ന് ലോകത്തിന് അറിയാം. പക്ഷെ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പം അങ്ങനെ ഒരു പരിധി നമുക്കുണ്ടെന്ന് പോലും ലോകത്തിന് തോന്നത്തില്ല. അങ്ങനെ ഒരു പരിധി ഉണ്ടെന്ന് പോലും ലോകത്ത് തോന്നത്തില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിരിക്കുന്നേ. ഞാനിപ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന ഒരു പാട്ടിന്റെ വരിയുണ്ട്, കരുത്തനാം അവൻ കരത്തിൽ പിടിച്ചതാൽ ഒരുത്തനും പിരിച്ചു വേർപിരിക്കാൻ കഴിഞ്ഞിട, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ വലിച്ചിട. കരുത്തനായവന്റെ കരമാണ് എന്നെ പിടിച്ചിരിക്കുന്നെങ്കിൽ വിരുദ്ധമായിട്ട് ആരാ അതിനെ പിടിച്ചു മാറ്റുന്നേ? ഈ കരത്തിൽ ഞാൻ ഇരിക്കുമ്പോ പിന്നെ എന്താണ് എനിക്ക് പരിമിതി? എന്റെ കർത്താവിന് ഈ ലോകത്തിലുള്ളതൊന്നും ഭാരിതല്ലെങ്കിൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാനൊരു ഉപകരണമായി നിൽക്കുന്നെങ്കിൽ എന്റെ മുമ്പിൽ ഒരു ബാരിയറും ഇല്ല. ദൈവം നമുക്കൊരുക്കുന്ന അപ്പോയിന്റ് ടൈമിനകത്ത് ഇൻസ്ട്രുമെന്റായി ദൈവത്തിന്റെ കരങ്ങളിരിക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ഉപയോഗിക്കുന്ന ദൈവമാണ്. ഞാൻ തിരുവെഴുത്തിനകത്ത് പേര് പരാമർശിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യക്തിയെ. കാരണം 4 സുവിശേഷകന്മാർ ഒരുപോലെ എഴുതിയൊരു സംഭവമാണ് 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചത്. 4 സുവിശേഷകന്മാർ എഴുതി. ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞ ലൂക്കോസ് ഭയങ്കര ഒരു ചരിത്രകാരനാണ്. മറ്റുള്ളവർ എഴുതാത്ത ഒത്തിരി എഴുത്തുകൾ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചെന്ന് പനിയായിരുന്നെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞപ്പം ലൂക്കോസ് എഴുതി വെച്ചത് പനിയൊന്നുമല്ല, കഠിന ജ്വരമായിരുന്നു. പുള്ളി ഡോക്ടറാ, പുള്ളിക്ക് അറിയാം എന്താ സംഭവം എന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി പറഞ്ഞു വെറും പനിയൊന്നുമല്ല, കഠിന ജ്വരം ബാധിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ളവർ പറയാത്ത ചരിത്ര സംഭവങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ കാലത്ത് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ പറയാത്ത പേര് പലതും ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ലൂക്കോസ് പോലും ഈ സംഭവത്തിനകത്ത് പരാമർശിക്കപ്പെട്ട ആ പൈതലിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ആലോചിച്ചു, ഈ 4 പേര് ഒരുപോലെ ഒരു സംഭവം എഴുതുമ്പോ ആരെങ്കിലും ഒരാൾക്ക് ആ പേരെഴുതാം. ദൈവത്തിന് അത് ആഗ്രഹമെങ്കിൽ ആർക്കെങ്കിലും അത് എഴുതാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ 4 സുവിശേഷകന്മാർ പരാമർശിച്ചപ്പോഴും 4 പേരും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പൈതലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ, ആ കുഞ്ഞിന്റെ പേരല്ല വിഷയം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ പേരെങ്ങാനും ബൈബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നുള്ള നമ്മുടെ പല പേരുകൾ, ജോയലും നോയലും ഫെയ്ത്തും ബ്ലസനും, ഇതിനേക്കാളും എല്ലാം ഉപരി ഏറ്റവും കൂടുതൽ പേര് ബ്ലസനും ബ്ലസിയേക്കാളും എല്ലാം ഏറ്റവും കൂടുതൽ പേര് ഈ കൊച്ചിന്റെ പേരായി മാറിയാണ്. പക്ഷെ ദൈവത്തിന് ആഗ്രഹം അവന്റെ പേരറിയണ്ട, പക്ഷെ അവന്റെ മനസ്സറിയണം. ഒരു ചെറിയ വയറിനകത്ത് ഒതുങ്ങുന്നത് അവൻ ഒരു വലിയ കരത്തിലോട്ട് കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പം ഒരു വയറിന് ഒതുങ്ങുന്നത് 5000-ലധികം പുരുഷന്മാരും ഒരു വലിയ ജനസമൂഹവും അത് തിന്ന് തൃപ്തിയായി 12 കൊട്ട ശേഷിപ്പിച്ചെങ്കിൽ അല്പമേ ഉള്ളെങ്കിലും കൊടുക്കുന്ന കരം ശക്തമാണെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ പരിമിതികൾ എത്രയുമാകട്ടെ, നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണമായി നിന്നു കൊടുക്കാൻ തയ്യാറായാൽ നമ്മെ ഉപയോഗിക്കുന്ന ദൈവമുണ്ട്, നമ്മെ ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന ദൈവമുണ്ട്, നമ്മുടെ ജീവിതത്തിന്മേൽ അർത്ഥങ്ങളെ കൽപ്പിക്കുന്ന ദൈവമുണ്ട്. അർത്ഥശൂന്യമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പ്രയോജനപാത്രമെന്ന് പറയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എവിടെ നമ്മൾ അർത്ഥശൂന്യമെന്ന് പറഞ്ഞോ, എവിടെ പ്രയോജനമില്ലെന്ന് പറഞ്ഞോ, എവിടെയാണ് അല്ലെങ്കിൽ ഇതിന് അർത്ഥമില്ലെന്ന് പറഞ്ഞോ, അവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അപമാനിക്കപ്പെട്ടിട ദൈവത്തിന്റെ നീതി അത് കേട്ടോ. അപമാനിക്കപ്പെട്ടിടത്ത് തന്നെ തല ഉയർത്തുക എന്നത് ദൈവത്തിന്റെ നീതിയാ. സാധ്യതകളില്ല, തോറ്റുപോയി എന്ന് പറഞ്ഞെടുത്ത് തന്നെ ജയത്തിന്റെ മുദ്ര വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നീതിയാ. ദൈവത്തിന്റെ നീതിയാ. അപമാനിക്കപ്പെട്ടതിനോടൊക്കെ എക്കാലത്തും ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അപമാനിക്കപ്പെട്ടതിനോടൊക്കെ എക്കാലത്ത് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. ഒരു പദം എനിക്ക് തിരുവെടുത്തി ഭയങ്കര ഇഷ്ടം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്ന ദൈവമാണ്. ഞാൻ ലേയുടെ ചരിത്രമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ പിടിച്ചു നിർത്തുന്നത്. കാരണം യാക്കോബിന്റെ സ്വഭാവം വെച്ച് യാക്കോബ് പാർഷ്യാലിറ്റി കാണിക്കുന്ന മനുഷ്യനാണ്. പാർഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ട്. കാരണം താൻ സ്നേഹിച്ച മകന് താൻ വിശേഷ അങ്കി കൊടുത്തു. മറ്റൊരു കാണുന്നുണ്ട്, താൻ സ്നേഹിച്ച ഭാര്യയ്ക്ക് ഇരട്ടി പങ്ക് കൊടുത്തു. ഇരട്ടി പങ്ക് കൊടുത്തു. റാഹേലിന് ഇരട്ടി പങ്ക് കൊടുത്തു എന്ന് പറഞ്ഞ വീട്ടിനകത്തു തന്നെ വേർകൃത്യം അനുഭവിക്കപ്പെട്ടവളാണ് ലേയ. അവൾ അപമാനിത എന്ന് ദൈവം കണ്ടു. ഒരു പദമുണ്ട്, അവൾ അപമാനിത എന്ന് ദൈവം കണ്ടു. ദൈവം അവളെ സന്ദർശിച്ചു. ദൈവം സന്ദർശിച്ചു. ദൈവം അവളെ ഓർത്തു. അതിനകത്ത് ഞാനൊരു ട്രാൻസ്ലേഷന് വായിച്ചത് ദൈവത്തിന്റെ വിസിറ്റേഷൻ ഉണ്ടായെന്ന. ദൈവത്തിന്റെ വിസിറ്റേഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഫേവർ അവിടെ മേൽ വീണു. ദൈവത്തിന്റെ ഫേവർ അവിടെ മേൽ വീണു. അവിടെ അപമാനത്തെ ആ യാക്കോബ് കണ്ടില്ല, അവിടെ അപമാനത്തെ ദൈവം കണ്ടു. ദൈവം അവിടെ ഉദരത്തെ തുറന്നു. അവൾക്ക് സന്താനങ്ങളെ ദൈവം നൽകി. ഇവൾക്ക് സന്താനങ്ങളെ നൽകിയപ്പോ വീട്ടിനകത്ത് ഫേവറിറ്റിസത്തിന്റെ ഇരയായ ഇവൾക്ക് കൊടുത്ത തലമുറകളിൽ രണ്ടുപേരുടെ ചരിത്രം മാത്രം നോക്കിയാൽ മതി, ദൈവത്തിന്റെ നീതി എന്തെന്ന് മനസ്സിലാകും. ഒന്ന്, അവിടെ ഉദരത്തിന് പിറന്നു വന്നതാ യഹൂദ. അവിടെ ഉദരത്തിന് പിറന്നു വന്നത് ലേവി. ഒരു ജനത മുഴുവൻ ഈ രണ്ടുപേരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കും. ആ ജനത ഈ രണ്ടുപേരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കും. കാരണം ഒരുത്തൻ രാജാവാ, മറ്റൊരുത്തൻ പുരോഹിതനാ. ഒരുത്തൻ രാജാവും മറ്റൊരുത്തൻ പുരോഹിതനുമാ. എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മുമ്പിൽ പ്രജകൾ മുഴുവൻ നിൽക്കുമെങ്കിൽ പുരോഹിതന് മുമ്പിൽ ആ യാഗം അർപ്പിക്കാൻ വേണ്ടി കുമ്പിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞത്, കുടുംബത്തിനകത്ത് അപമാനിക്കപ്പെട്ടതിന്റെ തലമുറകളെ മാനിക്കുക എന്നത് ദൈവത്തിന്റെ നീതിയാ. ദൈവത്തിന്റെ നീതിയാ. ഞാൻ പറഞ്ഞത്, അപമാനിക്കപ്പെടുന്ന ഏതൊരിടം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വീഴും. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വീഴും. അത് നമ്മുടെ കഴിവല്ല വിഷയം, നമ്മുടെ മിടുക്കല്ല വിഷയം, ദൈവത്തിന്റെ ഫേവറാണ് വിഷയം. ദൈവത്തിന്റെ ഫേവറാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതി സമൂഹത്തിന് കൈമാറുക. നമ്മോട് കരുണ തോന്നുന്നൊരു ദൈവമുണ്ട്. നാം ദൈവത്തിന്റെ കരങ്ങൾ ഒരു ഉപകരണമായി നിൽക്കാൻ തയ്യാറായാൽ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്, ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ പദങ്ങളാണ് ദൈവം ഓർത്തെന്ന്. അതെന്തൊരു പദവാ, അതെന്തൊരു പദവാ. ദൈവം ഓർത്തു. നിങ്ങൾ ഈ ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാകുമെങ്കിലേ ആ ദൈവം ഓർത്തു എന്ന വാക്കിന്റെ വലിപ്പം എനിക്ക് തിരിച്ചറിയത്തുള്ളൂ. കാരണം ഈ ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, കോടാനുകോടി ജനസഹസ്രങ്ങളുടെ നാഥനായ, പൗലോസൊക്കെ പറയുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും നാഥനായ കർത്താവ്, എത്രയോ കോടിക്കണക്കിന് ഗാലക്സികളുടെ നാഥനായ കർത്താവ്, ഇവിടെ ഋതുവും വർഷവും കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന കർത്താവ്, ശൂന്യതയിന്മേൽ ഗ്രഹങ്ങളെ തൂക്കിയിട്ടിരിക്കുന്ന കർത്താവ്, മിൽക്കി വേ പോലുള്ള എത്രയോ ഗാലക്സികളുടെ നാഥനായ കർത്താവ് എന്നെ ഓർത്തെന്ന്. എന്നെ ഓർത്തെന്ന്. ഇതിനപ്പുറത്തോട്ട് എന്താ എന്റെ ഹൃദയം തൊടുന്ന പദം? ദൈവം എന്നെ ഓർത്തു. ദൈവം എന്നെ ഓർത്തു. ഇതിലും വലിയ പദമുണ്ടോ? ലോകത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പദം, എന്റെ ദൈവം എന്നെ ഓർത്തു. എന്റെ ദൈവം എന്നെ ഓർത്തു. പിന്നെ മല്ലന്മാര് മുമ്പിൽ നിന്നാലും ഒരു ഭക്തൻ കുലുങ്ങത്തില്ല. കാരണം എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്തൊക്കെ ആകെ നിറഞ്ഞ ധൈര്യം പറയും, എന്നെ ഓർത്ത ദൈവമുണ്ട്. എന്നെ ഓർത്ത ദൈവമുണ്ട്. എന്റെ കണ്ണുനീരിനെ ഓർത്ത ദൈവമുണ്ട്. എന്റെ സങ്കടങ്ങളെ ഓർത്ത ദൈവമുണ്ട്. എന്റെ തകർച്ചകൾക്കകത്ത് എന്നെ ഓർത്ത ദൈവമുണ്ട്. ലോകത്തിനകത്ത് ഒരാൾക്കും ഓർക്കാൻ കഴിയാതെ ഞാൻ ചിതറിക്കിടന്ന നിമിഷത്തിൽ എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. നമ്മെ ഓർത്തൊരു ദൈവമുണ്ട്. നമ്മെ ഓർത്തൊരു ദൈവമുണ്ട്. ഞാൻ ഈ ദൂത് പറയുന്നത് എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഈ ദൂത് ഞാൻ കൈമാറുന്നത്. നമ്മെ ഓർത്തൊരു ദൈവമുണ്ട്. കാരണം ഞാൻ ടെസ്റ്റിമണിയിലോട്ട് ഒന്നും പോകുന്നില്ല. പക്ഷേ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയും, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മെറിറ്റിനകത്തൊന്നുമല്ല, നമ്മുടെ കഴിവിനകത്തൊന്നുമല്ല. ദൈവത്തിന്റെ കരങ്ങളുടെ ഉപകരണമായിട്ട് നിന്ന് കൊടുക്കാൻ തയ്യാറാണോ? മറ്റൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം നമ്മെ ഓർക്കും. ദൈവം നമ്മെ ഓർക്കും.
ഒറ്റ കാര്യം, നമ്മളുടെ ഒബീഡിയൻസ് ദൈവം നോക്കുക, നമ്മൾ ഉപകരണമായി നിന്ന് കൊടുക്കുക. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വേഗത്തിൽ വരിക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരിക. ദൈവം നമ്മെ ബാലൻസ് ചെയ്യുന്ന ദൈവ. ദൈവം നമ്മെ ബാലൻസ് ചെയ്യുന്ന ദൈവ. ഞാൻ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ പാഠം, ഒന്ന്, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. രണ്ട്, ദൈവം നമ്മെ ഉപയോഗിക്കും. ഉപകരണമായി നിന്ന ദൈവം നമ്മെ ഉപയോഗിക്കും. മൂന്നാമത്തെ കാര്യം, ദൈവം നമ്മെ ബാലൻസ് ചെയ്യും. ദൈവം നമ്മെ ബാലൻസ് ചെയ്യും. അനനിയാസിന്റെ ലൈഫിലും പൗലോസിന്റെ ലൈഫിലും ഒക്കെ നോക്കിയാൽ ദൈവം കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. പൗലോസിനെ നിങ്ങൾ നോക്കിക്കുക, പൗലോസിന്റെ ആദ്യത്തെ അനുഭവം സൂപ്പർ നാച്ചുറലാ, അല്ലേ? കുതിരയുടെ പുറത്ത് പോകുന്ന വഴിക്ക് നട്ടുച്ച നേരത്ത് അവൻ നിലത്ത് വീഴണമെന്നുണ്ടെങ്കിൽ അവിടെ മിന്നിയ പവർ എന്താ? അവിടെ അടിച്ച പവർ എന്താ? ഈ പൗലോസ് നിലത്ത് കിടന്നെങ്കിൽ അവിടെ അടിച്ച പവർ അസാധാരണമാ എന്ന് പറഞ്ഞ പൗലോസിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലാ. പക്ഷെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്താ? ഒരു സാധാരണ സുവിശേഷകൻ, അറിയപ്പെടാത്തൊരു സുവിശേഷകൻ തന്റെ മുറിക്കകത്ത് വന്ന് പൗലോസിന്റെ മേൽ കൈവച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ ഇളകി വീണ് അവൻ സൗഖ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ സാധാരണത്വം എന്ന് തോന്നുന്ന ചിലതിനകത്തൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ചിലപ്പോൾ ഇതുപോലൊരു ചെറിയ സൂം മീറ്റിങ്ങിനകത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സാധാരണത്വമുള്ള ഇടയിലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഈ ദമസ്കോസിന്റെ പടിവാതുക്കൽ നടന്ന സംഭവം പൗലോസിന്റെ ലൈഫിൽ ഒത്തിരി ഒന്നും ആവർത്തിച്ചിട്ടില്ല. പക്ഷെ ഇതുപോലെ ശാന്തമായ അനുഭവങ്ങളിലൂടെയും സ്പർശിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. എപ്പോഴും നമ്മുടെ ലൈഫ് ശ്രദ്ധിച്ചാൽ മതി, ദൈവം നമ്മെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ അനുഭവം ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന മറ്റു ചില അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ അഹങ്കാരികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പൗലോസിനെ തന്നെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ താൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇപ്പോഴും ശൂലമുണ്ട്. ശൂലം മാത്രം പോയിട്ടില്ല. വെളിപ്പാടുകളെ ആദിക്കത്താൻ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ എന്തുണ്ട്? നിങ്ങൾ ചിന്തിച്ചേ, പൗലോസ് പ്രാർത്ഥിക്കുന്ന കാലത്ത് ഈ അറിവ് തനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ശൂലം മാറ്റിത്തരണം. രണ്ടാമതും പ്രാർത്ഥിച്ച് ശൂലം മാറ്റിത്തരണം. മൂന്നാമതും പ്രാർത്ഥിച്ച് എന്ത്? ശൂലം മാറ്റിത്തരണം. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവ് ഒരു വട്ടം പറഞ്ഞിട്ട് മറുപടി കൊടുത്തില്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. 1ാമത്തെ പ്രാവശ്യമേ പൗലോസിനോട് പറഞ്ഞു കാണും, പൗലോസെ ഇത് മാറത്തില്ല. പക്ഷേ അത് തന്നെ അത്രയ്ക്ക് വിയർപ്പ് മുട്ടിക്കുന്നത് കൊണ്ട്, ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് താൻ 2ാമതും പ്രാർത്ഥിച്ചു. അന്നേരവും പറഞ്ഞു നോ. പിന്നെയും പ്രാർത്ഥിച്ചു. 3ാമത് ദൈവം പറഞ്ഞു നോ. ഞാൻ പറഞ്ഞത്, ചിലതിനകത്ത് ഈ നോ പറയുന്നതിന്റെ കാരണം നമുക്ക് അന്നേരം അറിയത്തില്ല, പക്ഷെ പിന്നീട് മനസ്സിലാവും. അന്ന് പൗലോസിന് മനസ്സിലാക്കാത്തത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ശൂലമാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഈ ശൂലമാണ്. കാരണം നെകളിച്ചവരുടെ ഒത്തിരി പട്ടികയുള്ളപ്പം ആ പട്ടികയ്ക്കകത്ത് ഞാൻ വീട് പോകാതിരിക്കാൻ എന്റെ ദൈവ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു കൊച്ചു ശൂലം എനിക്ക് തന്നു. അത് ചില മേഖലയിലൊക്കെ എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ ശൂലത്തിനപ്പുറത്ത് ഒരു കാര്യം കൂടെ തമ്പുരാൻ തന്നു, അത് ദൈവത്തിന്റെ കൃപയും കൂടെ. ശൂലം എന്നെ തകർത്ത് കളയാതെ വേണം ദൈവം ഒന്നുകൂടെ എനിക്ക് തന്നത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയരെ, ചില മേഖലയിലൊക്കെ ശൂലം ബാധിക്കപ്പെടുന്നെങ്കിൽ മാറാത്ത ചില ശൂലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പൊതിഞ്ഞ് ദൈവത്തിന്റെ കൃപയും കൂടെ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. കൃപയും കൂടെ നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കൃപ നൽകുന്ന ദൈവം. ചിലതൊക്കെ മാറത്തില്ലെന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും മാറാത്ത കാര്യമുണ്ട്. എന്നാൽ ചിലതൊക്കെ അത്ഭുതകരമായിട്ട് മാറുകയും ചെയ്യും. ലൈഫിനകത്ത് നമുക്ക് ഞാൻ എന്റെ ടെസ്റ്റിമണി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് അത് അറിയാം. ഞങ്ങളുടെ ലൈഫിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയ അത്ഭുതകരമായ സൗഖ്യങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വിഷയം ഇപ്പോഴും ഉണ്ട്. എന്റെ വൈഫ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെന്റിലൂടെ എല്ലാം കടന്നുപോയി. ഈ ഫേസിനകത്ത് വൈദ്യശാസ്ത്രം 3 മാസം കൊണ്ടേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ള വിഷയം കർത്താവ് 3 മണിക്കൂർ കൊണ്ട് ഹീലാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന അത്ഭുത സൗഖ്യം നൽകുന്നത്. വൈദ്യശാസ്ത്രം അപകടകരമെന്ന് പറഞ്ഞ ഒത്തിരി സാഹചര്യത്തെ കർത്താവ് ഒരു മുള്ളെടുത്തു മാറ്റുന്ന, ലാഘവത്തെ കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടൽ, മിറക്കുലസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയമുണ്ട്. പക്ഷെ അതിനകത്ത് ഒറ്റ കാര്യം മനസ്സിലായി, അതൊരു മുള്ള.
അതൊരു മുള്ള, അതൊരു ശൂലവാ. അതിനകത്തൊരൊറ്റ മറുപടിയുള്ളൂ, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കൃപയാ. ഞാൻ പറയും, ചിലതൊക്കെ ദൈവം അല്ലെങ്കിൽ ബാക്കി വെക്കുന്നത്, മാറ്റി നിർത്തുന്നത് ദൈവത്തിന്റെ സ്നേഹം കൂടെ പൊതിഞ്ഞ. കാരണം അതില്ലെങ്കിൽ നമ്മളില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഹോശയുടെ പ്രവചനം, ഈ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് പ്രസംഗിക്കുന്നത്, ഈ ഹോശയുടെ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 7-ാം അധ്യായത്തിനകത്ത് പറയുന്ന ഒരു പദമുണ്ട്. നാം ദൈവത്തിലുള്ള ആശ്രയം മാറിപ്പോയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഹങ്കാരികളായി മാറും. കാരണം ദൈവത്തെ മുമ്പിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് അഹങ്കരിക്കാതെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചു പോകും. കാരണം നമ്മൾ ദൈവത്തിന് അപ്പുറത്തേക്ക് മറ്റു പലരും കണ്ടാൽ നമ്മൾ പ്രൈഡ് നമ്മുടെ അകത്ത് വർദ്ധിക്കും. ആ പ്രൈഡ് വർദ്ധിക്കാതിരിക്കാൻ ചിലപ്പോൾ ചില ശൂലങ്ങൾ ദൈവം വെക്കും. കാരണം ഈ ശൂലങ്ങളുടെ നടുവിൽ ഞാൻ നോക്കുന്നത് ദൈവത്തെ മാത്രം, ലോകത്തിൽ മറ്റൊരാൾക്ക് തൊടാൻ കഴിയത്തില്ല, ലോകത്തിൽ മറ്റൊരാൾക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സിനകത്തൊരു ചോദ്യമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ പൗലോസ് പ്രാർത്ഥിച്ചപ്പോ എത്ര രോഗി സൗഖ്യമായി? ഈ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തില്ലേ? ഈ മരിച്ചവരെ ഉയർപ്പിച്ച മനുഷ്യൻ, രോഗികളെ സൗഖ്യമാക്കാൻ ദൈവ കൃപ കൊടുത്ത മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്ത് കിടക്കുക? ശൂലം കിടക്കുക. ആരെങ്കിലും ചോദിക്കുക, അല്ലയോ പൗലോസേ, താങ്കൾ പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമാകുന്നുണ്ടല്ലോ, പക്ഷെ താങ്കളുടെ അകത്ത് ശൂലമുണ്ട്, എന്താ അത് മാറാത്തെ? കർത്താവ് പറയും, അത് മാറത്തില്ല, പക്ഷെ എന്റെ കൃപ പൊതിഞ്ഞിട്ടുണ്ട്. ഒറ്റയാള് തിരിച്ചു ചോദിച്ചില്ല. ദൈവത്തിന്റെ കൃപയുടെ ബ്യൂട്ടി അത്, ദൈവത്തിന്റെ കൃപയുടെ ബ്യൂട്ടിയാ. ചിലപ്പോഴൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തമ്പുരാന്റെ മഹത്വം അതൊക്കെ, തമ്പുരാന്റെ മഹത്വ. നമ്മൾ ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു ചോദ്യമുണ്ട്, കർത്താവ് എന്തുകൊണ്ട് ഇത് മാറുന്നില്ല? ചിലത് മാറില്ല. കാരണം ദൈവത്തെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തെ എപ്പോഴും മുമ്പിൽ കാണേണ്ടതിന് ചില ശൂലം കൂടെ ദൈവം നമ്മുടെ കൂടെ തരും. പക്ഷെ ആ ശൂലത്തോടൊപ്പം തന്നെ അതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ, ദൈവശക്തി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് പുറകില് ഒരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ലൈബ്രറി ഒന്നും പുറകില്ലെന്ന് നിങ്ങൾക്കും അറിയാം. ഞാനൊരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുക. ലൈബ്രറി ഒക്കെ ഉണ്ട്, പക്ഷെ ഈ പുറകെ കാണുന്നത് ഇപ്പൊ ലൈബ്രറി അല്ല. കാരണം ഞാനിപ്പം സാധാരണ ഞാൻ ലൈവിലൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ വൈഫും കുഞ്ഞും ഒക്കെ അപ്പുറത്തുനിന്ന് അവര് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു സൈഡിലൊരു റൂമിൽ വന്ന് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് പുറകിലത്തെ ഈ യാഥാർത്ഥ്യങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഇവിടെ ഒരു ലൈബ്രറി ഫിറ്റ് ചെയ്തേക്കുന്നത്. ഒരിക്കൽ ഈ കോവിഡിന്റെ കാലത്ത് ഞാൻ ഇതുപോലെ എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലൈവ് ചെയ്തു. നല്ലൊരു വീടിന്റെ ലിവിങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടത്, നല്ലൊരു വീടിന്റെ ലിവിങ് ബാക്ക്ഗ്രൗണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അച്ഛനെ വിളിച്ചു, ഒരു പാസ്റ്റർ അടിപൊളി വീട്ടിലാണല്ലോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അടിപൊളി സംഭവം. അച്ഛൻ അത് പറയണം, അതിനുവേണ്ടി തന്നെയാണ് ഞാനത് ഇട്ടത്. കാരണം പുറകിലത്തെ യാഥാർത്ഥ്യം അറിയാതിരിക്കാൻ ചെറിയൊരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടതാ. ഈ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പം കണ്ടയാൾക്ക് തോന്നി ഞാൻ ഇരിക്കുന്നത് അടിപൊളി വീട്ടിലാണ്. ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്ത ചെറിയൊരു കാര്യം, ഈ നമ്മുടെ ഫോൺ നമുക്ക് തരുന്ന ചെറിയൊരു ടെക്നോളജിക്കലായിട്ട് ഒരു കാര്യത്തിനകത്ത് പുറകിലത്തെ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ, അത് മനോഹരമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ, പരിധിയില്ലാത്ത ദൈവം പകരുന്ന ദൈവത്തിന്റെ അമേസിങ് ഗ്രേസ്, ദൈവത്തിന്റെ പരിധിയില്ലാത്ത ദൈവത്തിന്റെ കൃപ നമ്മുടെ ബലഹീനതയുടെ പുറത്തങ്ങ് പൊതിഞ്ഞാലോ, ലോകം എന്റെ ബലഹീനത കാണത്തില്ല, ലോകം എന്റെ പരിമിതി കാണത്തില്ല. എന്റെ മേൽ പൊതിയുന്ന ദൈവത്തിന്റെ കൃപ മാത്രമേ കാണത്തുള്ളൂ. നമുക്കെത്ര പരിമിതികൾ കാണട്ടെ, പക്ഷെ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അകമ്പടിയോടെ നമ്മൾ അതിനകത്തുനിന്ന് പറന്നുയരും. ദൈവം നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഈ ശൂലമൊക്കെ ഉള്ളപ്പോൾ തന്നെ പൗലോസിന്റെ മുമ്പിൽ ദേശങ്ങൾ പിടിച്ചടക്കി, രാജ്യങ്ങൾ പിടിച്ചടക്കി. അവന്റെ മുമ്പിൽ ദുരാത്മ മേഖലകൾ തകർന്നുപോയി, പൈശാചിക മേഖലകൾ തകർന്നുപോയി, രോഗികൾ വിടുവിക്കപ്പെട്ടു, ജനം വിടുവിക്കപ്പെട്ടു, പാപത്തിന്റെ അന്ധകാരത്തിനകത്ത് കിടക്കുന്നവർ വിടുവിക്കപ്പെട്ടു. ദൈവത്തിന്റെ നീതി അത്. ഞാൻ അടുത്തൊരു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഇത്രയും ശൂലം വഹിച്ച മനുഷ്യൻ 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കടലിൽ അകപ്പെട്ടു. അതിനുശേഷം ഈ കപ്പൽ അങ്ങ് തകർന്നു പോയി. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുള്ളി പലകമേ കിടന്ന് നീന്തി കയറിയെന്ന. അപ്പൊ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എത്ര പരിമിതി ഉണ്ടെങ്കിലും പലകമേ കടന്ന് നീന്തി കയറും. കാരണം വാഗ്ദത്തം ഉള്ളത്. അത് പറഞ്ഞു, നീ ഇവിടെ പ്രസംഗിച്ചതുപോലെ നീ റോമിലും പ്രസംഗിക്കേണ്ടതാ. കടലിൽ വെച്ച് തകർക്കാൻ നോക്കിയാൽ ഒരു പലക ഉള്ളെങ്കിലും കർത്താവ് കൃപ തന്നെങ്കിൽ നീന്തി കയറും. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുക. ഏതൊക്കെയോ മേഖലകൾ
തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ നടുവിൽ വാഗ്ദത്തത്തിന്റെ ഉടമ്പടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ നടുവിൽ അക്കര കടക്കുമെന്ന്, ദൈവം അതിനുള്ള കൃപ തരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാകം പറഞ്ഞ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങും. സ്വർഗം കൃപ തരും, സ്വർഗം കൃപ തരും. ചിലടത്തു ദൈവം നമ്മെ ബാലൻസ് ചെയ്യുന്നിടത്തൊക്കെ ദൈവത്തിന്റെ സ്നേഹം അകമ്പടിയായിട്ടുണ്ട്. റാം ഷഖാനറിയാന്ധന. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ഇതൊക്കെ നമുക്ക് ഈ ബാലൻസിങ്ങിനകത്ത് അനുഭവിക്കാൻ കഴിയും. ജീസസ്. ഈ ബാലൻസിങ്ങിനകത്ത് ഇത് മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ ഏലിയാവിന്റെ ലൈഫ് തുടങ്ങുന്ന ഒരു കൊട്ടാരത്തിലാണ്. പാലസ് മിനിസ്ട്രിയാണ് ആദ്യത്തെ മിനിസ്ട്രി. പാലസ് മിനിസ്ട്രി ആദ്യം ചെയ്ത മനുഷ്യര് പിന്നെ ആഗ്രഹിക്കുന്നത് തത്തുല്യമായ മിനിസ്ട്രിയാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞത് പാലസിന് നേരെ കെരീത്തിലോട്ട് പോകാനാ. പാലസിന് നേരെ കെരീത്തി വിട്ടു. ഏലിയാവെ, യാഥാർത്ഥ്യമുണ്ട്, എപ്പോഴും പാലസ് അല്ല, ഈ യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അവൻ ആയുസിൽ അനുഭവിക്കാത്ത കരുതൽ അനുഭവിച്ചത് ആ കെരീത്തിലാണ്. ഞാൻ പറയും, ഫുഡ് ഡെലിവറി ആദ്യം തുടങ്ങിയത് നമ്മുടെ കർത്താവാ. ഫുഡ് ഡെലിവറി ആദ്യം തുടങ്ങിയത്. പല ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ട്, ഊബർ ഈറ്റ്സ് ഉണ്ട്, പല ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ട്. ഇത് കൊണ്ടുതരുന്ന ആൾക്കാരെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം കൊടുത്തു വിട്ട ആളിനെ റിവ്യൂ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിന്റെ അടുക്കലാണ് ഈ കൊടുത്തു വിട്ടത്. പക്ഷെ ദൈവം കൊടുത്തു വിട്ടതായതുകൊണ്ട് സമയം കൃത്യമാ, ഇടം കൃത്യ, എണ്ണം കൃത്യ, നാഴിക കൃത്യമാ, നേരം കൃത്യ. ഞാൻ പറഞ്ഞത്, നമ്മൾ ചിലതിനകത്തുനിന്ന് ദൈവം നമ്മെ യാഥാർത്ഥ്യത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് കെരീത്തി കൊണ്ട് നിർത്തുന്നത് താഴ്ചയല്ല. ഈ കരുതൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കെരീത്തി തന്നെ വരണം. ചിലതിനകത്തൊക്കെ ദൈവം നമ്മെ താഴ്ത്തി പരിശോധിക്കുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നു വരാത്ത, കാണാത്ത ചില കരുതൽ അവിടെ കാണും കേട്ടോ. ഇതുവരെ കാണാത്ത കരുതൽ, ഇതുവരെ നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കരുതൽ, താഴ്ച എന്ന് നമ്മൾ തോന്നുന്ന ചിലതിനകത്താണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നേരെ സാരാഫാത്തിന്റെ കരുതലാ. പിന്നെ നേരെ പോകുന്നത് ഒരു മൈറ്റി മിനിസ്ട്രിയാ. ഈ മനുഷ്യനെ കർമ്മേലിന്റെ മല മുകളിൽ നിന്ന് പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയ്ക്കൊക്കെ ആകാശത്തുനിന്ന് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു. ആ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം പുള്ളി എവിടാ? ചൂരച്ചെടിയുടെ കീഴില. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാനും നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ശക്തമായിട്ട് മിനിസ്റ്റർ ചെയ്താലും ഒറ്റ ചോദ്യം മതി നമ്മൾ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കാൻ. മതി കർത്താവേ, മതി. ഈ പ്രവാചകന്മാരെക്കാളൊന്നും, എന്റെ പിതാക്കന്മാരെക്കാളൊന്നും ഞാൻ ശ്രേഷ്ഠരല്ല. മതി, എന്റെ പ്രാണനെ എടുത്തോ. ഞാൻ ഇത്രേ ഉള്ളൂ പ്രിയരെ, നമ്മൾ ഇത്രേ ഉള്ളൂ പ്രിയരെ. നമ്മൾ ഒരു വാക്കിനകത്ത് ചിലപ്പം വീണ് പോകും, പക്ഷെ തമ്പുരാൻ അവിടെയും കൈവിടത്തില്ല. അവിടെ ദൈവം നമ്മെ ബാലൻസ് ചെയ്യുന്നതാ. പക്ഷെ ആ ചൂരച്ചെടിയുടെ കീഴിൽ നടന്ന ഒരു അത്ഭുതമുണ്ട്. ഇതിനു മുൻപ് വിശന്ന സമയത്ത് ഒരു കാക്കയെ വിട്ടെങ്കിൽ, ഒരു വിധവയെ കൊണ്ട് പോഷിപ്പിച്ചെങ്കിൽ, ദൈവത്തിനറിയാം ഇപ്പോഴവൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നു കിടക്കുക. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് തളർന്നു കിടക്കുക. ഇവിടെ അസാധാരണമായ ഒരു ഇടപെടൽ തന്നെ വേണം. അവിടെ ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ ദൂതന ശാന്തമായി അവന്റെ പുറത്ത് തട്ടി ഉണർത്തി ദൈവത്തിന്റെ ദൂതൻ അവനെ കരുതിയപ്പം 40 ദിനം പിന്നീട് അവൻ സഞ്ചരിക്കാൻ കൃപ നൽകിയത് ദൈവത്തിന്റെ ശാന്തമായ സ്പർശനമായി. ഇന്ന് രാത്രി ബാലൻസ് ചെയ്യുന്ന ചില മേഖലകളിൽ അസാധാരണമായ ദൈവത്തിന്റെ ഇടപെടലുകൾ, ഏതൊക്കെയോ മേഖലകളിൽ നമ്മെ ദൈവം ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലിന്റെ കരമുണ്ട്. ഇന്ന് രാത്രി ധൈര്യത്തോടെ ഈ ദൂത് വിശ്വസിക്കുക. എന്നെ ദൈവം ബാലൻസ് ചെയ്താൽ എന്റെ ദൈവത്തിന്റെ കരുതലിന്റെ കരവും എന്നോട് കൂടെ കാണും. അവിടെ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. എന്നെ കരുതാൻ കഴിയുന്ന ദൈവമുണ്ട്, എന്നെ പുലർത്താൻ കഴിയുന്ന ദൈവമുണ്ട്, എന്നെ നടത്താൻ കഴിയുന്ന ദൈവമുണ്ട്, എന്നെ പുതുത് ചിലത് പഠിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. എന്റെ പ്രിയരെ, ഈ സമയത്ത് കിട്ടുന്ന ലെസൺ ആയുസിന്റെ ലെസണാ. ചില താഴ്ചക്കകത്ത് ദൈവം നമ്മെ വിടുമ്പോ, ബാലൻസിങ്ങിനകത്ത് വിടുമ്പോൾ കിട്ടുന്ന ലെസൺ വാരി പിടിച്ചോണം. അത് ആയുസിന്റെ ലെസണാ. നമ്മുടെ സംതൃപ്തിയുടെ കാലത്ത് നമ്മൾ പഠിക്കാത്ത ലെസണാ നമ്മുടെ താഴ്ചയുടെ നടുവിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു പക്ഷെ പിന്നീടുള്ള നമ്മുടെ ആയുസ് മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന ലെസൺ ആ താഴ്ചയാ. ചില താഴ്ചയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ചില കഷ്ടതയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ചില ജീവിതത്തിലെ സങ്കടങ്ങളാണ് നമുക്ക് പുതിയ പാഠം നൽകിയിട്ടുള്ളത്. ദൈവം നമ്മെ ഉടച്ചു വാർത്തിട്ടുള്ളത്. പാട്ടുകാരൻ പാടുന്ന പോലെ, അവൻ ഉടയ്ക്കും, അവൻ പണിയും നല്ല പാത്രമായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങൾ അവിടെ നമ്മെ ഉടച്ചു വാർത്ത് നമ്മെ പഠിപ്പിച്ച ചില പാഠങ്ങൾ ദൈവത്തിന്റെ ബാലൻസിങ്ങിനകത്തേക്ക് നമ്മൾ പോയപ്പോഴാണ്. ഞാൻ ആ 4ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. 4ാമത്തെ കാര്യം ഇപ്രകാരമാണ്. പ്രിയരെ, നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഈ അനന്യാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവം തന്നെ വിടുന്നത് ഒരാളുടെ അടുക്കലോട്ടാ.
അടുക്കലോട്ട്. വേണമെങ്കിൽ ഈ അനന്യാസിന് പറയാം, എന്റെ കർത്താവെ പൗലോസിനെ നീ വിട്ടത് ആയിരങ്ങളുടെ ഇടയിലോട്ടാ. അല്ലെങ്കിൽ സോറി, പത്രോസിനെ നീ വിട്ടത് ആയിരങ്ങളുടെ ഇടയിലോട്ടാ. പത്രോസ് ഒരൊറ്റ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ 3000 പേരൊക്കെ രക്ഷിക്കപ്പെടുക, 5000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുക. എന്നാൽ എന്നെ വിട്ടത് ഒരാളെടുക്കലോട്ടാ. ഒരു ഫിലിപ്പോസ് ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു പട്ടണം മുഴുവൻ സന്തോഷിക്കുക, പക്ഷെ എന്നെ വിട്ടത് ഒരാളെടുക്കലോട്ടാ. പക്ഷെ ഒരു പിറുപിറുപ്പും ഇല്ല, കാരണം തനിക്കറിയാം ഒന്നിന്റെ വില വലുതാ. ഒന്നിന്റെ വില വലുതാ. കാരണം ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, നീ ചെല്ലുന്ന ഒരെണ്ണമില്ലേ, നീ ചെല്ലുന്ന ഒന്നില്ലേ, അവൻ ജാതികളുടെ മുമ്പാകെ, യഹൂദന്മാരുടെ മുമ്പാകെ, രാജാക്കന്മാരുടെ മുമ്പാകെ നിൽക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രം. എന്റെ പ്രിയരെ, ദൈവം നമ്മെ ഇൻസ്പയർ ചെയ്യാൻ നമ്മെ നിർത്തുന്ന ഇടത്ത് ഒരാൾ മതി. പക്ഷെ നമ്മൾ അതിനകത്ത് വിശ്വസ്തരാണെങ്കിൽ ആ ഒന്നിനെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയത്തില്ല. നമ്മൾ വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിക്കുന്ന ഇടത്ത് ഒന്നേ ഉള്ളെങ്കിലും, അതുകൊണ്ട് ഒരു മനുഷ്യൻ പറയുന്നത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൺ. ഒന്നിന്റെ വില നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരുന്നാൽ ആ ഒന്നിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്പർ നോക്കുന്ന ദൈവം അല്ല, ദൈവം വിശ്വസ്തത നോക്കുന്ന ദൈവം. ദൈവം വിശ്വസ്തത നോക്കുന്ന ദൈവം. അതുകൊണ്ട് താലന്തുകൾ പറഞ്ഞപ്പോൾ ഒരുത്തന് 5 കൊടുത്തു, ഒരുത്തന് 2 കൊടുത്തു, മറ്റൊരുത്തന് 1 കൊടുത്തു. ശരിക്കും ഈ ഒന്നുള്ളവൻ അധ്വാനിച്ചാൽ 2 കിട്ടത്തുള്ളൂ, 2 കിട്ടത്തുള്ളൂ. 5 ഉള്ളവന് 10 ഉണ്ട്, 2 ഉള്ളവന് 4 ഉണ്ട്. ദൈവം നമ്പർ നോക്കുന്ന ദൈവം അല്ല. ഒന്നുള്ളവൻ അധ്വാനിച്ച് 2 ഉണ്ടെങ്കിലും ദൈവം അവന്റെ വിശ്വസ്തത നോക്കുന്ന ദൈവം. 5 ഉള്ളവൻ കഷ്ടപ്പെട്ടതുപോലെ തന്നെ ഒന്നുള്ളവൻ കഷ്ടപ്പെട്ടാലേ 1 2 ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാ. നമുക്ക് ലഭിച്ച അല്പം താലന്തുകൾ, നമുക്ക് ലഭിച്ച അല്പമെന്ന് നമ്മൾ പറയുന്ന കഴിവുകൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് വിശ്വസ്തരായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. പരിധിയില്ലാതെ നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. നമ്മൾ എത്രയും പരിമിതി ഉള്ളവരാകട്ടെ, പക്ഷേ നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന്റെ ഇഷ്ട, അത് ദൈവത്തിന്റെ ഇഷ്ട. ജീസസ്, ഹല്ലേലൂയ. ഞാൻ നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടറിനെയും നമുക്ക് ഒത്തിരി പരിചയമില്ലാത്ത ഒരു ക്യാരക്ടറിനെയും കൂടെ പറയാം. എഡ്വേർഡ് കിംബൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് ഒത്തിരി പേർക്ക് അറിയത്തില്ല. എഡ്വേർഡ് കിംബൽ. ഈ എഡ്വേർഡ് കിംബൽ എന്ന് പറഞ്ഞാൽ തന്റെ ആയുസിൽ കുറച്ച് ചെറുപ്പക്കാരെ കർത്താവിന് വേണ്ടി നേടിയ മനുഷ്യനെ, കുറച്ച് ചെറുപ്പക്കാരെ അവരെ വചനം പഠിപ്പിച്ചു, ഡിസൈപ്പിൾ ചെയ്തു, അവരെ മെന്റർ ചെയ്തു, കുറെ പേരെ കർത്താവിന് വേണ്ടി നേടി. ഇതായിരുന്നു എഡ്വേർഡ് കിംബൽ. കുറച്ച് ചെറുപ്പക്കാരെ നേടിയെന്നല്ലാതെ ചരിത്രത്തിനകത്ത് വലിയ സംഭവം ഒന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്തപ്പം താൻ നേടിയ ഒരു ചെറുപ്പക്കാരൻ 20 ലക്ഷം പേരെ കർത്താവിന് വേണ്ടി നേടി. ആ ചെറുപ്പക്കാരന്റെ പേര് നമുക്കറിയാം, DL മൂഡി, ഡ്വൈറ്റ് എൽ മൂഡി. DL മൂഡിയെ കർത്താവിന് വേണ്ടി നേടിയ മനുഷ്യന്റെ പേരാണ് എഡ്വേർഡ് കിംബൽ. കിംബലിനെ ലോകത്തിന് അറിയത്തില്ല, പക്ഷെ മൂഡിയെ ലോകത്തിനറിയാം. ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വാധീനിക്കുന്ന ഒരാൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ, നമ്മൾ ആത്മാവിൽ തൊടുന്ന ഒരാൾ, നാളെ ദൈവം ആ വ്യക്തിയെ എന്താക്കുമെന്നുള്ളത് നമുക്ക് സ്വപ്നം പോലും കഴിയത്തില്ല. നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്പർശനം ആഗ്രഹിക്കുന്ന, നമ്മുടെ സംസാരം ആഗ്രഹിക്കുന്ന, നമ്മുടെ ആത്മാവിൽ ചിലത് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിലർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ തൊടേണ്ട ചിലരുണ്ട്. ആത്മാവിൽ ഒരു ഉത്തരവാദിത്തം എന്ന് കരുതി അതിനെ നിങ്ങൾ തൊടാൻ തയ്യാറായാൽ നാളെ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ചരിത്രങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രാർത്ഥന ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ ഒന്നിന്റെ വില മനസ്സിലാക്കി ഗൗരവമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞാൽ നമ്മെ കൊണ്ട് അസാധാരണമായി ഇത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ദൂതുകളുടെ മുമ്പാകെ ആന്തരികമായിട്ട് സമർപ്പിക്കാൻ കഴിയും? എന്റെ ദൈവം സമയത്തിന്റെ നാഥനാ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം, തക്ക കാലത്ത് പ്രവർത്തിക്കുന്ന ദൈവം, തക്ക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണമായി നിൽക്കുന്നവരെ ഉപയോഗിക്കുന്ന ദൈവം, ഉപയോഗിക്കപ്പെടുന്നതിനെ ഒക്കെയും ബാലൻസ് ചെയ്യുന്ന ദൈവം, അഹങ്കരിക്കാതെ കൃപ പൊതിഞ്ഞ് ശക്തി പൊതിഞ്ഞ് നിർത്തുന്ന ദൈവം. അങ്ങനെ നിർത്തുന്നതിനെ ഒന്നിന്റെ അടുക്കലേക്കാണെങ്കിലും അതിനെ ഉറപ്പിച്ച് നിർത്താൻ പറഞ്ഞു വിടുന്ന ദൈവം. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും സമർപ്പിക്കപ്പെടട്ടെ. റാമന ശാഖാദാറിയാസിയാന്തന. എല്ലാവരും 40 നിമിഷങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ആധരങ്ങളും തുറന്ന് 40 നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാവരും, എല്ലാ ജനവും ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിലെ ഏതൊക്കെയോ മേഖലകൾ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ചില മേഖലകളിൽ മറുപടികൾ ഇന്ന് രാത്രി കൈമാറിയത്, വചനത്തിലൂടെ മറുപടികൾ, ആത്മാവിലുള്ള ദൂതുകൾ ഇന്ന് രാത്രി കൈമാറിയത്. ഹൃദയത്തിനകത്ത് വിശ്വസിച്ചിട്ട് പറ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഡിലേഡ് ആയതൊന്നും ഡിനൈഡ് അല്ല, എനിക്ക് താമസിച്ചതൊന്നും ഡിനൈഡ് അല്ല. തക്ക സമയത്ത് ചെയ്യാൻ ദൈവത്തിന് കഴിയും.
ദൈവത്തിന്റെ കരങ്ങൾ ഒരു ഉപകരണമായിട്ട് നിന്ന് കൊടുക്കും. ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും, ഉപയോഗിക്കാൻ കഴിയും. വിശ്വസിച്ച് ദൈവത്തിന് ആമൻ പറയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന മേഖല, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇന്ന് രാത്രി കർത്താവേ, എന്റെ മേൽ അങ്ങയുടെ കരം ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങി വരണം. എന്റെ മനസ്സുകളെ ഒന്ന് തൊടണം, എന്റെ ശരീരത്തെ ഒന്ന് തൊടണം, എന്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ കരം വെളിപ്പെടണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന കൂടാരങ്ങൾ എവിടെയും ആകട്ടെ, കരങ്ങൾ സ്വർഗത്തേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമ്മൾ തമ്മിൽ മൈലുകളുടെ ദൂരമുണ്ട്, പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന കൂടാരങ്ങളിൽ ഇറങ്ങി വരും, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് ഇറങ്ങി വരും. റാം ഷാഖാരാദിയാംബന. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഇന്ന് രാത്രി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന സ്തോത്രം. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവ മഹത്വം ഇറങ്ങുന്നതിന് നന്ദി പറയുന്നു. ചില പ്രവർത്തന മേഖലക്കകത്ത് ദൈവ മഹത്വം ഇറങ്ങുന്നതിന് നന്ദി പറയുന്നു. ചിലർക്ക് വേണ്ടിയുള്ള തക്ക സമയത്തുള്ള ദൈവത്തിന്റെ മറുപടികൾ അതിന്റെ മഹത്വത്തോടെ ചലിക്കുന്നതിന് നന്ദി പറയുന്നു. ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി വചനം കേട്ട ചില ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഉറപ്പിന് നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന ആത്മീക സ്വതന്ത്ര പ്രകാരം ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ വല്ലാതെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. ചില ചോദ്യങ്ങൾക്കകത്ത് മറുപടികൾ നൽകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യങ്ങൾ അവരുടെ ഉള്ളിലും അവരുടെ ശരീരത്തിലും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ജനത്തെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ അഭിഷക്ത ദാസനെ ഓർക്കുന്നു, ദൈവസഭയെ ഓർക്കുന്നു, ഈ പ്രാർത്ഥന മൂവ്മെന്റിനെ ഓർക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്തുദാസനോടും ഈ സമൂഹത്തോടുമുള്ള നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.